നമ്മൾ സാധാരണഗതിയിൽ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുമ്പോൾ ഇന്ത്യൻ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അവ വിജയകരമായിട്ട് എഴുതുന്നതിന് ചില പ്രധാനപ്പെട്ട പോയിൻ്റുകൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ആ പ്രധാനപ്പെട്ട ചില പോയിൻ്റുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഒന്നാമത്, എത്ര തരം എക്കണോമി ഉണ്ട് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടാവണം. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്ന ഒരു എക്കണോമി വേൾഡിൽ ഇന്നുണ്ട്. ഡിമാൻഡ് അനുസരിച്ച് അതിൻ്റെ വില നിശ്ചയിക്കുന്ന ഒരു എക്കണോമിയാണത്. ഡിമാൻഡ് കൂടുമ്പോൾ അതനുസരിച്ച് വില കൂട്ടുക, ഡിമാൻഡ് കുറയുമ്പോൾ വില കുറയ്ക്കുക എന്ന് പറയുന്നത്. ഇനി വേറൊരു തരം എക്കണോമി ഉണ്ട്, അതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. അതെപ്പോഴും സെൻട്രലി പ്ലാൻഡ് ആണ്. അതായത് രാജ്യത്തിലെ ഏത് ഭാഗത്ത് ഏത് റേറ്റ് വേണം എന്നുള്ള എല്ലാം തീരുമാനിക്കുന്നത് ആ സെൻറ്ററാണ്. അവിടെ ഓരോ സ്ഥലത്തെ ഡിമാൻഡിനനുസരിച്ചോ ഒരു സ്ഥലത്തെ വേറെ പ്രത്യേക ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം അനുസരിച്ചോ ഒന്നും വിലയ്ക്ക് വ്യത്യാസം വരുത്താൻ സാധ്യമല്ല. അതാണ് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പ്രത്യേകത. അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും, അഥവാ ഒരു സെൻട്രൽ അതോറിറ്റി ആയിരിക്കും. ഇതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഇതിൽ പ്രൈവറ്റ് സെക്ടറും ഉണ്ടാകും, അതുപോലെ ഗവൺമെൻറ് സെക്ടറും ഉണ്ടാകും. പക്ഷേ അടുത്തൊരു വിഭാഗമാണ് ഈ കമ്മ്യൂണിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. അത് ഈ സോഷ്യലിസ്റ്റ് എക്കണോമി തന്നെയാണ്. അവിടെ പൂർണ്ണമായിട്ടും പ്രൈവറ്റ് സെക്ടറിനെ ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മളതിനെ കമ്മ്യൂണിസ്റ്റ് എക്കണോമി എന്നാണ് പറയുക. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് ഡിമാൻഡിനനുസരിച്ചും സാധനങ്ങളുടെ ദൗർലഭ്യത്തിനനുസരിച്ചും വ്യത്യാസങ്ങൾ വരുത്തുമെങ്കിൽ, സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പ്രൈസിന് എപ്പോഴും ഡിസിഷൻ എടുക്കുക ആ സ്ഥലത്തെ ഡിമാൻഡോ മറ്റു കാര്യങ്ങളോ അല്ല, ഗവൺമെൻറ് ആയിരിക്കും തീരുമാനിക്കുക. അവിടെ ഗവൺമെൻറ് തീരുമാനിക്കുന്ന വില പ്രൈവറ്റ് സെക്ടറായാലും പബ്ലിക് സെക്ടറായാലും അനുസരിക്കും. ഇനി കമ്മ്യൂണിസ്റ്റ് എക്കണോമിയിൽ ഇത് തന്നെയാണ് തുടരുന്നതെങ്കിൽ പോലും അവിടെ പ്രൈവറ്റ് സെക്ടർ ഉണ്ടാവില്ല. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പിന്തുടരുന്നത് മിക്സഡ് എക്കണോമി എന്നൊരു പാതയാണ്. മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഈ ക്യാപിറ്റലിസവും സോഷ്യലിസവും കൂടെ ചേർന്നതാണ്. ഇന്ത്യയുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസവും സോഷ്യലിസവും കൂടെ ചേർന്ന ഒരു മിക്സഡ് എക്കണോമിയാണ്. നമ്മൾ ഈ എക്കണോമിക് പഠിക്കുമ്പോൾ പല പല സെക്ടേഴ്സായിട്ടാണ് ഈ നമ്മൾ എക്കണോമിയെ പഠിക്കേണ്ടത്. സെക്ടറിൽ ഏറ്റവും ആദ്യം വരുന്നത് യൂഷ്വലി പ്രൈമറി സെക്ടറാണ്, രണ്ടാമത് വരുന്നത് സെക്കൻഡറി സെക്ടറാണ്, മൂന്നാമത് വരുന്നത് ടേർഷ്യറി സെക്ടറാണ്. അതിൽ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് ഒരു രാജ്യം എടുക്കുന്നതെല്ലാം പ്രൈമറി സെക്ടറിൽ വരും. അതായത് കൃഷി ചെയ്തുണ്ടാക്കുന്നത്, ഫിഷിങ് നടത്തി ഉണ്ടാക്കുന്നത്, കാട്ടിൽ നിന്ന് കിട്ടുന്നത്, മൈനിങ് നടത്തി കുഴിച്ചെടുക്കുന്നത്, ഇതെല്ലാം ഈ ആക്ടിവിറ്റീസ് എല്ലാം പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസാണ്. എന്നാൽ നമ്മൾ സെക്കൻഡറി സെക്ടറിലേക്ക് വരുമ്പോൾ ഈ കിട്ടുന്ന റോ മെറ്റീരിയലിനെ നമ്മൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണം, കിട്ടുന്ന കോട്ടൺ, ആ കോട്ടൺ ടെക്സ്റ്റൈലായിട്ട് മാറ്റുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. അതുപോലെ ഓയിൽ സീഡുകൾ, അത് റിഫൈൻ ചെയ്ത് ഓയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത്, അതുപോലെ എനർജി, ഇതെല്ലാം വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. അപ്പോൾ പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്നതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നത് മിക്കവാറും എല്ലാം സെക്കൻഡറി സെക്ടറിലാണ്, രണ്ടാം സെക്ടറിൽ വെച്ചിട്ടായിരിക്കും. ഇനി നേരെ മറിച്ച് ടേർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പ്രൈമറി സെക്ടറിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ സെക്കൻഡറി സെക്ടറിൽ വെച്ചിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുമ്പോൾ കൊടുക്കുന്ന അഡീഷണൽ സർവീസുകൾ, ഉദാഹരണം ഈ ടെലികമ്മ്യൂണിക്കേഷൻ പോലെയുള്ള അഡീഷണൽ സർവീസുകൾ, നമ്മൾ ഇൻഷുറൻസ് സെക്ടറുകൾ, ഹെൽത്ത് സർവീസസ്, ഇതെല്ലാം വരുന്നത് ടേർഷ്യറി സെക്ടറിലാണ്. അതുപോലെ ഈ ടൂറിസം, മീഡിയ, ബാങ്കിങ്, ഇതെല്ലാം വരുന്നത് ആ രാജ്യത്തെ ടേർഷ്യറി സെക്ടർ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈക്രോ എക്കണോമിക്സ്
എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റുകളാക്കി മാറ്റിയിട്ട് നമ്മുടെ രാജ്യത്തെ മൊത്തം എക്കണോമിയെക്കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമി എന്ന് പറയുന്നത്. അതായത് പ്രൈസ് തിയറി അനുസരിച്ച് മൈക്രോ എക്കണോമി രാജ്യത്തെ എല്ലാ വിഭാഗത്തിനെയും കൊച്ചു കൊച്ചു ഇൻഡിവിജ്വൽസായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ട് അവയെക്കുറിച്ച് പഠിച്ചിട്ട് മൊത്തത്തിൽ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളതിനെ മൈക്രോ എക്കണോമി എന്നാണ് പറയുന്നത്. അതിൽ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സ് വരും, ഇൻഡിവിജ്വൽ ഇൻകം വരും, കമ്മോഡിറ്റിയുടെ പ്രൈസുകൾ വരും, അതുപോലെ ഔട്ട്പുട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഫേംസ് വരും. ഇതെല്ലാം മൈക്രോ എക്കണോമിയിലാണ് വരുന്നത്. എന്നാൽ മാക്രോ എക്കണോമിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് ആസ് എ ഹോൾ നമ്മളത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റിലെ ഒരു പൊതു പ്രൈസ് ലെവല്, അല്ലെങ്കിൽ മാർക്കറ്റിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്, അതുപോലെ അവൻ്റെ മാർക്കറ്റിലെ അഗ്രിഗേറ്റ് സപ്ലൈ എന്താണ്, നമ്മുടെ നാഷണൽ ഇൻകം എന്താണ്, നമ്മുടെ പോവർട്ടി റേറ്റ് എന്താണ്, നമ്മുടെ നാട്ടിലെ അൺഎംപ്ലോയ്മെൻറ്റ് എത്രമാത്രമുണ്ട്, ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം മൊത്തത്തിൽ നമ്മൾ ഒന്നിച്ചൊരു രാജ്യത്തിൻ്റെ കേസായിട്ട് പറയുമ്പോഴാണ് അതിനെ മാക്രോ എക്കണോമി എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരം എക്കണോമിയാണ് ഉള്ളത്. എക്കണോമിയെല്ലാം നമ്മൾ അനലൈസേഷന് വിധേയമാക്കുമ്പോൾ നമ്മൾ രണ്ട് തരം അനലൈസേഷൻ നോർമലി ചെയ്യാറുണ്ട്. ഒന്ന് പോസിറ്റീവ് എക്കണോമിക് അനലൈസിസ് എന്ന് പറയും. അതായത് ഉള്ളതുപോലെ തന്നെ പറയുന്നതാണ് പോസിറ്റീവ് എക്കണോമിക് അനലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പോപ്പുലേഷൻ എത്രയാണ്, അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എത്രയാണ്, ഇതെല്ലാം ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആസിറ്റീസായിട്ട് പറയുന്നതാണ് പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ്. എന്നാൽ നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു അസംഷൻ്റെ പുറത്ത്, അതായത് ആസ് ദേ ഷുഡ് ബി എന്നോ ദേ ഓട്ട് ടു ബി എന്നോ രീതിയിൽ പറയുന്നത്. അതായത് ഐഡിയലിസ്റ്റിക് സിറ്റുവേഷൻസ് പറഞ്ഞിട്ട് ആ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും എക്കണോമി എന്ന് നമ്മൾ പറയുന്ന ഒരു രീതിയാണ് നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ നമ്മുടെ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ചെയ്തു കൊടുത്തിരിക്കണമെന്ന് കരുതുക. അപ്പോൾ ഇപ്പോഴെത്ര ആളുകൾക്കാണ് കൊടുക്കുന്നത്, നാളെ എത്ര പേർക്ക് അത് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു അഡ്വാൻസ് കാൽക്കുലേഷൻസൊക്കെ നമ്മൾ നടത്തുന്നത് എപ്പോഴും നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസിലായിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡിമാൻഡ് എന്ന് പറയുന്ന അതിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടറുകളെ കുറിച്ചാണ്. ഡിമാൻഡ് അനുസരിച്ചാണ് എപ്പോഴും ഒരു എക്കണോമിയുടെ വില നിശ്ചയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എക്കണോമി നിൽക്കുന്നത് തന്നെ ഡിമാൻഡിനനുസരിച്ചാണ്. ഈ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്തെല്ലാം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ഡിമാൻഡിനെ നിശ്ചയിക്കുന്ന ഒന്നാമത്തെ ഘടകം ഒരു കമ്മോഡിറ്റിയുടെ വില തന്നെയാണ്. മനസ്സിലായല്ലോ. രണ്ടാമത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ പ്രൈസ്. ഒരു കമ്മോഡിറ്റിയുടെ വില, അതോടൊപ്പം തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകളെ, ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ സാമ്പാർ പൊടിയുടെ വില നമ്മൾ നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന മല്ലിയുടെയും മുളകിൻ്റെയും കായത്തിൻ്റെയൊക്കെ വില അതുമായിട്ട് റിലേറ്റഡാണ്. അങ്ങനെ അതർ റിലേറ്റഡ് ഗുഡ്സിൻ്റെ വില, അതുപോലെ തന്നെ ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം, അത് ഡിമാൻഡിൻ്റെ മുഖ്യ ഘടകമാണ്. അതായത് അവനെ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത രീതിയിൽ കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ ഒരിക്കലും അവനത് വാങ്ങാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഒരു സ്ഥലത്തെ ആ കമ്മോഡിറ്റിയുടെ വിലയെ അല്ലെങ്കിൽ ഡിമാൻഡിനെ നിശ്ചയിക്കുന്നതായിരിക്കും. അതുപോലെ ഒരു കൺസ്യൂമറിൻ്റെ ടേസ്റ്റ്, ആ ടേസ്റ്റിനനുസരിച്ച് അതിൻ്റെ വിലയിൽ വ്യത്യാസം, ആ ഡിമാൻഡ് വർദ്ധിക്കും. കൂടുതൽ ടേസ്റ്റുള്ള സാധനങ്ങൾ, ടേസ്റ്റ് മീൻസ് ഫുഡ് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ശരിക്കും താല്പര്യം എന്ന് പറയുമ്പോൾ മറ്റു പ്രോഡക്റ്റുകളുടെ കാര്യത്തിലായാലും ടേസ്റ്റ് ഉള്ളതിന് ഡിമാൻഡ് കൂടും. അതുപോലെ ഒരു മാർക്കറ്റിൻ്റെ സൈസ്, ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ,
അപ്പോൾ പോപ്പുലേഷൻ അനുസരിച്ചുള്ള സാധനങ്ങൾ അവിടെ ചെല്ലാത്ത സാഹചര്യത്തിൽ അതിന് ഡിമാൻഡ് വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹൗസ് ഹോൾഡിൽ തന്നെ ആണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ എത്ര എന്നുള്ള ഘടകവും തീർച്ചയായിട്ടും ഡിമാൻഡിനെ വർദ്ധിപ്പിക്കും. ഒരു കമ്മോഡിറ്റി അത് പെണ്ണുങ്ങൾക്കുള്ളതാണെങ്കിൽ, പെണ്ണുങ്ങൾ കൂടുതലുള്ളതാണ് എങ്കിൽ ഓട്ടോമാറ്റിക് ഡിമാൻഡ് കൂടും. എന്നാൽ പെണ്ണുങ്ങൾ വളരെ കുറച്ചുള്ള ഒരു സ്ഥലത്ത് പെണ്ണുങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ടു ചെല്ലുമ്പോൾ അതിന് ഡിമാൻഡ് കുറയും. അപ്പോൾ എപ്പോഴും ഒരു ഏജ്, അതുപോലെ സെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രായം കൂടിയവരുടെ പ്രോഡക്റ്റുകൾ പ്രായം കുറഞ്ഞവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ പ്രായം കുറഞ്ഞ ആളുകൾ കൂടുതലുള്ള ഏരിയയിൽ പ്രായം കൂടിയവരുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിമാൻഡ് കുറയുന്നതാണ്. അതുപോലെ ഇൻകം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ചില ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസയും ചിലരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയും എന്നാലും അവരുടെ ആ പർച്ചേസിങ്ങിൻ്റെ ആ താല്പര്യം കുറയും, അവരുടെ ആ ഡിമാൻഡ് കുറയും. അപ്പോൾ വിലയെ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. അതുപോലെ കാലാവസ്ഥ, ഉദാഹരണമായിട്ട് മഴക്കാലത്ത് കുട പോലുള്ള സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കും, തണുപ്പ് കാലത്ത് കോട്ടുകളുടെ ഡിമാൻഡ് വർദ്ധിക്കും. ഇതെല്ലാം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഓരോ സമയാസമയങ്ങളിൽ ഫാഷൻ മാറുന്നതനുസരിച്ച് പുതിയ പ്രോഡക്റ്റുകൾ വരികയാണെങ്കിൽ അതിന് ഡിമാൻഡ് വർദ്ധിക്കും. ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകളാണ്.